ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഓവർ സൈസ്ഡ് ടീഷർട്ടിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പം ഓവർ സൈസ്ഡ് ടീഷർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ പറയുക, ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണല്ലേ ഓവർ സൈസ്ഡ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേരുണ്ടാകും എന്തായാലും ഓവർ സൈസ്ഡ് ടീഷർട്ടിന്റെ ഫാൻസ്. കാരണം നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും ഭയങ്കര സ്റ്റൈലിഷ് ആവാനും പറ്റുമല്ലേ. ഇതുപോലത്തെ ടീഷർട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല സ്റ്റൈലിഷ് ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഒരുപാട് തരത്തിൽ യൂസ് ചെയ്യാനും പറ്റും നമ്മൾക്ക് ഇങ്ങനെ ടീഷർട്ട്സ് ഒക്കെ. അപ്പം ഞാൻ കുറച്ച് സോളിഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ സോളിഡ് കളർ ആയിട്ടുള്ള കുറച്ച്, അതായത് ഒരു 6 ടീഷർട്ട്സ് മീഷോന്ന് വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഓവർ സൈസ്ഡ് ആണ്. അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് വന്നത് അണ്ടർ 300 ആണ് കേട്ടോ. 250 എബോവ് തന്നെ വന്നിട്ടില്ല തോന്നുന്നു. എല്ലാം ഒരു 300 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല എന്താ പറയുക വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടില്ല കേട്ടോ. എല്ലാം ആ ഒരു കണ്ട കളേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചിലതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ അതിൽ കണ്ട കളറ് വരുമ്പോൾ ആ ഒരു കളറില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ട് ചെയ്തതല്ല നമുക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്തായാലും എല്ലാം അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ മീഷോ ഒന്ന് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും വായിച്ച് നോക്കുക കേട്ടോ. കാരണം അതിൽ മെറ്റീരിയൽ ഏതാണെന്ന്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറ്റുന്നവർ കസ്റ്റമർ ഇമേജസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതിലും കറക്റ്റായിട്ട് ഒരുപാട് ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തരത്തിലും നിങ്ങൾ എന്താ പറയുക പറ്റിക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോങ് എന്താ പറയുക പ്രൊഡക്ട്സ് കിട്ടാനോ ചാൻസേ ഇല്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മീഷോന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പം എൻ്റെ ചാനലിൽ കാണുന്ന അതിൻ്റെ ഒരു 95% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് വീഡിയോസ്. ചില വീഡിയോസൊക്കെ കുറച്ച് നല്ല വ്യൂസ് വരുന്നത് അതിൻ്റെ 95%ഉം ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. എല്ലാവരും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ഓറഞ്ചും ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതൊരു കോംബോ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. അതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എല്ലാത്തിൻ്റെതും S സൈസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. S സൈസ് എനിക്ക് ഓക്കെ ആണ് കേട്ടോ. എൻ്റെ നോർമൽ സൈസ് തന്നെയാണ്. ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു എന്താ പറയുക കുറച്ച് ലൂസ് ഫിറ്റും അതുപോലെ തന്നെ സ്ലീവ്സിനും ഒക്കെ കുറച്ചൊരു ലൂസ് ഫിറ്റ് ആണ് ഉള്ളത്. പക്ഷെ അതല്ലേ ഓവർ സൈസ്ഡ് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 344 രൂപയാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 170 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് എന്തായാലും വർത്ത് തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് S ആണ്. അതുപോലെ തന്നെ S തൊട്ട് XXL വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. രണ്ടും കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. അപ്പം ഭയങ്കര ക്വാളിറ്റി നോക്കി പോകുന്നവർ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം കോട്ടൺ ബ്ലെൻഡ് ആണ്, എല്ലാവർക്കും ഇഷ്ടാവണം എന്നില്ല. പക്ഷെ ഈ ഒരു റേറ്റിന് എന്തായാലും നമ്മൾക്ക് ഇത് ഭയങ്കര വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ 2 പ്രാവശ്യമൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടാൽ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലിടുന്ന പൈജാമാസിൻ്റെ ഒക്കെ കൂടെ നമ്മൾക്ക് ഇത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല ബ്ലാക്ക് ആണ്, നല്ല ജെറ്റ് ബ്ലാക്ക് കളർ തന്നെയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത മോഡൽ പ്രിന്റ് ആണ്. എനിക്ക് തോന്നുന്നു അയൺ ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലീവ്സ് വരുന്നത് ഒരു ഹാഫ് സ്ലീവ് ആണ്. അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു ഹാഫ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇത്ര വരെ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു മുട്ടിന്റെ ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പം റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ടീഷർട്ട് ആണ്. ഒരു മസ്റ്റാവ് തന്നെയല്ലേ ബ്ലാക്ക് ടീഷർട്ട് എപ്പോഴും. ഇതിന്റെ കൂടെ വന്ന സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടില്ലാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരുപാട് പേര് വെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ. കോട്ടൺ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും തോന്നുന്നു. പക്ഷെ
എന്താ പറയാ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ സ്ലീവ്സ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ്, വേറെ ഒന്നുമില്ല. ഒരു റൗണ്ട് നെക്ക് ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെയിം സൈസ് ചൂസ് ചെയ്താൽ മതിയാകും. അപ്പൊ തന്നെ നമ്മൾ കുറച്ച് ഓവർ സൈസ്ഡ് പോലെയാണ് കിട്ടുക കേട്ടോ. കാരണം നമ്മുടെ നെക്കിന്റെ അവിടെയൊക്കെ നമ്മുടെ കറക്റ്റ് സൈസും, ബാക്കി കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഇത് ഉള്ളത്. നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ടീഷർട്ടാണ് കേട്ടോ. ഇതും വരുന്നത് കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. സെയിം നേരത്തൊക്കെ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു നെക്കൊക്കെ വരുന്നത്, ഒരു റൗണ്ട് നെക്കാണ്. പിന്നെ ഇവിടെ കുറച്ചധികം പ്രിന്റ്സ് ഉണ്ട്, അതേ മാറ്റമുള്ളൂ. ഈ ഒരു പ്രിന്റ്സ് ഒക്കെ പ്രിന്റ് ആണ്, ഇതൊക്കെ സ്റ്റിക്കേഴ്സ് പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. സ്ലീവ്സ് ഒക്കെ വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ്. നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചധികം സ്ലീവ് ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ എൽബോന്റെ അത്ര തന്നെ സ്ലീവ് വരുന്നുണ്ട്. കോട്ടൺ ബ്ലെൻഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സമ്മറിൽ അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല മെറ്റീരിയലും കാര്യങ്ങളാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പൗഡർ ബ്ലൂവിന്റെ കുറച്ചൊരു ഡാർക്ക് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതില് വാഷ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 243 രൂപയാണ്. എഗെയിൻ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. എസ് തൊട്ട് XL വരെ അവൈലബിൾ ആണ് കേട്ടോ, എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ്. നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളറാണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് എസ് സൈസിൽ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 243 രൂപയാണ്. എസ് തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. സ്ലീവ്സ് ഒക്കെ വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ്. കോട്ടൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നേരത്തെ കാണിച്ച മെറ്റീരിയൽ വെച്ചിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി വാഷ് ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ വാഷ് കെയറിന്റെ ഒരു ടാഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭയങ്കര ഇവിടെ ഒരു പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ നല്ല ബ്രാൻഡിന്റെ ടീഷർട്ടിന്റെ ഒരു കോപ്പി പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മള് കുറച്ചധികം റേറ്റിന് നല്ല കോട്ടൺ ടീഷർട്ട്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ കോപ്പി പോലെ തോന്നുന്നുണ്ട്. എനിക്കിത് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, ക്രോപ്പ് അല്ല. അത് കഴിഞ്ഞിട്ടും കുറച്ച് ലെങ്ത് ഉണ്ട്. ഞാൻ വേറെ ചെയ്തിട്ടുള്ള വീഡിയോ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര ലെങ്ത് എന്നൊക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ ടീഷർട്ടാണ്. ഇതും ഞാൻ കുറച്ചധികം നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഈ ഒരു കളർ ടീഷർട്ട് അല്ല, ഈ ഒരു കളർ. ഇതും പാക്കേജിങ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാക്കേജിങ് ആണ്. ഇത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ് കേട്ടോ. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സൈസസിനനുസരിച്ചിട്ട് ഇതിന്റെ റേറ്റും ഡിഫറെന്റ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള സൈസിന് 190 റുപ്പീസ് ആയിരുന്നു. സെയിം ഒരു റൗണ്ട് നെക്കാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ തെങ്ങ് പോലെയുണ്ട് കാണാൻ. ഇങ്ങനെ ഒരു 3 തെങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത്. വേറെ ഒന്നുമില്ല, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ല നമ്മൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായാലും ഇത് അടിപൊളി തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അല്ല, നല്ല ബ്രൗൺ ഷെയ്ഡാണ്. നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വന്നിട്ട് നൈലോൺ ആണ്, പക്ഷെ നല്ലൊരു കോട്ടൺ ഒരു ഫീല് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല നൈലോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഫാബ്രിക് ആണെന്ന്. നല്ലൊരു കോട്ടന്റെ ഒരു ഇതുപോലെ ഉണ്ട് കേട്ടോ. ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് തന്നെയാണ്. റേറ്റ് വന്നിട്ട് 201 രൂപയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയൊരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ എസ് തൊട്ട് XXL വരെ സൈസസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടേ വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ ടീഷർട്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം നല്ല അഫോർഡബിൾ ആണ്, ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. പിന്നെ ഞാൻ ഓരോന്നിന്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ആ ഒരു ലെങ്ത്തും അല്ലെങ്കിൽ എത്ര ലൂസ് ഫിറ്റ് ആണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. എന്റെ ബസ് സൈസ് വരുന്നത് 32 ആണ് കേട്ടോ. എസ് സൈസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് നോർമലി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പറഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.